സോ ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് സോൺസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ഗ്രൗണ്ട് വാട്ടർ എന്താണെന്ന് പഠിച്ചതാണ്. ഗ്രൗണ്ട് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് സോൺസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആണ്. There are mainly three different types of zones: soil water zone or Vadose zone. Second one is intermediate zone or capillary fringe. And third one is groundwater or saturated zone. സോ നമ്മൾ ഈ സോണിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ഈ ഫിഗർ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് സോൺ. സാച്ചുറേറ്റഡ് സോൺ നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കുന്നതാണ് സാച്ചുറേറ്റഡ് സോൺ. ഇനി കാണാം കാപ്പിലറി ഫ്രിഞ്ച്, water table, recharge to water table, soil zone, unsaturated zone, precipitation and evapotranspiration. ജസ്റ്റ് ഞാൻ ഫിഗറിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാർക്ക് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സോൺ ബിലോ ദ വാട്ടർ ടേബിൾ, കാപ്പിലറി ഫ്രിഞ്ച്, അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ ഞാൻ ഈ മാർക്കർ വെച്ചിട്ട് പറയാം. ദിസ് ഇസ് സാച്ചുറേറ്റഡ് സോൺ ബിലോ ദ വാട്ടർ ടേബിൾ, ദാറ്റ് ഇസ് ഗ്രൗണ്ട് വാട്ടർ. Next one is water table. Next one is recharge to water table, capillary fringe, soil zone, unsaturated zone, precipitation, evapotranspiration. ഇതിനിടയ്ക്ക് ഞാൻ വരച്ചൊക്കെ പോയത് ഈ ടൂള് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നതാണ് മാർക്കറിൽ. അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ ഒരു മാർക്കിങ്സ് അറിയാതെ വന്നു പോയത്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തന്നത്. അപ്പോൾ ഫിഗറിലുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയറായി. സോ ഇനി നമ്മൾ സെൻറ്റൻസ് പഠിക്കാം. സോ നമ്മൾ പറഞ്ഞു 3 സോണാണ്: സോയിൽ വാട്ടർ സോൺ ഓർ വഡോസ് സോൺ, ഇൻ്റർമീഡിയറ്റ് സോൺ ഓർ കാപ്പിലറി ഫ്രിഞ്ച്, ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ഓർ സാച്ചുറേറ്റഡ് സോൺ. സോ 2 ടോപ്പ് സോൺസ്, അതായത് ഏറ്റവും മുകളിലുള്ള സോണിനെയാണ് നമ്മൾ സോയിൽ വാട്ടർ സോൺ എന്ന് പറയുന്നത്. ഈ സോയിൽ വാട്ടർ സോണിന് വഡോസ് സോണിന് കൂടെ ഒരു പേരുണ്ട്. സോ ഈ വഡോസ് സോണും കാപ്പിലറി ഫ്രിഞ്ചും can be grouped into the zone of aeration. അതായത് വഡോസ് സോണിനെയും കാപ്പിലറി ഫ്രിഞ്ച് എന്ന് പറയുന്ന സോണിനെയും ഒരുമിച്ച് നമുക്ക് വിളിക്കാവുന്ന പേരാണ് സോൺ ഓഫ് എയറേഷൻ. സോ ഡ്യൂറിങ് ദ ഇയർ എയർ ഓക്യുപ്പൈസ് ദ പോർ സ്പേസസ് ബിറ്റ്വീൻ ദ എർത്ത് മെറ്റീരിയൽസ്. സംടൈംസ് എസ്പെഷ്യലി ഡ്യൂറിങ് ടൈംസ് ഓഫ് ഹൈ റെയിൻഫോൾ ദോസ് പോർ സ്പേസ്ഡ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ. അതായത് ഈ ഒരു കൊല്ലത്തിൽ കുറച്ച് സമയം അല്ലെങ്കിൽ ഈ എൻറ്റയർ ഇയറിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വഡോസ് സോൺ അല്ലെങ്കിൽ കാപ്പിലറി ഫ്രിഞ്ച് ഇവിടെയുള്ള ചെറിയ ചെറിയ പോർസിൽ എയർ വന്ന് ഓക്യുപ്പൈ ചെയ്യും. അതുകൊണ്ടാണ് ഈ 2 സോണിനെ കൂടെ ഒരുമിച്ച് സോൺ ഓഫ് എയറേഷൻ എന്ന് വിളിക്കുന്നത്. അതേസമയം ഈ ഒരു കൊല്ലത്തിന് ഇടയിൽ നമുക്ക് മഴയും കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? സോ ഹൈ റെയിൻഫോളിൻ്റെ സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ എയർ ആണ് ഫില്ല് ചെയ്തതെങ്കിൽ മഴക്കാലത്ത് അവിടെ വാട്ടർ വന്ന് ഫില്ല് ചെയ്യും.
ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ പറയുന്ന വഡോ സോണിനെയും കാപ്പിലറി ഫ്രിഞ്ചിനെയും ഒരുമിച്ച് നമ്മൾ സോൺ ഓഫ് എയറേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഇവിടെയാണ്, ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഇപ്പം ഞാൻ പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ബിനീത്ത് ദ സോൺ ഓഫ് എയറേഷൻ ലൈസ് ദ സോൺ ഓഫ് സാച്ചുറേഷൻ. ഈ സോൺ ഓഫ് എയറേഷന് തൊട്ട് താഴെയുള്ള മൂന്നാമത്തെ ലെയറിനെ അല്ലെങ്കിൽ മൂന്നാമത്തെ സോണിനെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ വാട്ടർ കോൺസ്റ്റൻ്റ്ലി ഓക്യുപ്പൈസ് ഓൾ പോർ സ്പേസ്. മറ്റേ സ്ഥലത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കുറച്ചു ഭാഗം എയർ ആണെങ്കിൽ കുറച്ചു ഭാഗം മഴക്കാലമാവുന്ന സമയത്ത് വാട്ടറും നിറയും. സോ ദേ ആർ കോൾഡ് സോൺ ഓഫ് എയറേഷൻ. കാരണം വെള്ളത്തേക്കാൾ കൂടുതൽ അവിടെ എയർ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ഓൺലി ഇൻ കേസ് ഓഫ് ഓർ ഓൺലി ഇൻ ടൈംസ് ഓഫ് റെയിൻഫോൾ ദീസ് പോർസ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ. ബട്ട് വേറാസ് ഇൻ ദ കേസ് ഓഫ് സോൺ ഓഫ് സാച്ചുറേഷൻ, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് മൊത്തമായിട്ടും സാച്ചുറേറ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടർ സോൺ ആയിരിക്കും അത്. അതായത് സോൺ ഓഫ് സാച്ചുറേഷൻ. ഇവിടെയുള്ള എല്ലാ പോർസും അല്ലെങ്കിൽ ഹോൾസും ഫുൾ വാട്ടറുമായിട്ട് വാട്ടർ അതിനകത്ത് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവും. And the water table divides the zone of aeration from the zone of saturation. So you can see this, ഇതാണ് നമ്മുടെ വാട്ടർ ടേബിൾ. ഇത് നമ്മുടെ വാട്ടർ ടേബിൾ ആണിത്. സോ ഈ വാട്ടർ ടേബിളാണ് സോൺ ഓഫ് എയറേഷനെയും, ഒരിക്കൽ കൂടെ പറയാം, ദിസ് ഈസ് ദ വാട്ടർ ടേബിൾ. ഈ പറയുന്ന ലൈനാണ് വാട്ടർ ടേബിൾ. സോ ഈ വാട്ടർ ടേബിളാണ് സോൺ ഓഫ് എയറേഷനെയും സോൺ ഓഫ് സാച്ചുറേഷനെയും ദിസ് ഇസ് സോൺ ഓഫ് സാച്ചുറേഷൻ ആൻഡ് ദിസ് ഇസ് സോൺ ഓഫ് എയറേഷൻ. സോ എയറേഷനെയും സാച്ചുറേഷനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന വാട്ടർ ടേബിളാണ്. ഓക്കെ, സോ this is about zone of aeration and the water table. And ഇതിലിപ്പം എന്താ പ്രൊസീജിയർ നടക്കുന്നതെന്നാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ടർ ബിനീത്ത് ദ ലാൻഡ് സർഫസ് occurs into two principal zones, the unsaturated zone and the saturated zone. സോ ഈ ലാൻഡ് സർഫസിന് താഴെ വെള്ളം എത്തുന്നത് രണ്ട് റീജിയനിലാണ്. അതായത് ഈ പറയുന്ന ഇതാണ് നമ്മുടെ ലാൻഡ്സ്, നമ്മുടെ ലാൻഡ് സർഫസ് കണ്ടോ. ഈ ലാൻഡ് സർഫസിന് താഴെ ആക്ച്വലി, അതായത് താഴെ ഇത്രയും പ്ലേസിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? സാച്ചുറേറ്റഡ് സോണും ഉണ്ട്, അൺസാച്ചുറേറ്റഡ് സോണും ഉണ്ട്. അൺസാച്ചുറേറ്റഡ് സോണിൽ പറയുന്നത് എന്താണ്? ദ സ്പേസസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഗ്രെയിൻസ് ആൻഡ് ദ ക്രാക്സ് ഇൻ റോക്സ് കണ്ടെയ്ൻ ബോത്ത് എയർ ആൻഡ് വാട്ടർ. ആക്ച്വലി സോൺസ്, അതായത് ഗ്രൗണ്ട് വാട്ടറിലെ സോൺസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻ പറയാം: സോയിൽ വാട്ടർ സോൺ ഓർ വഡോ സോൺ, ഇന്റർമീഡിയറ്റ് സോൺ ഓർ കാപ്പിലറി ഫ്രിഞ്ച്, ഗ്രൗണ്ട് വാട്ടർ ഓർ സാച്ചുറേറ്റഡ് സോൺ. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൺസാച്ചുറേറ്റഡ് ആൻഡ് സാച്ചുറേറ്റഡ് സോൺ ആണ്. സോ ഈ രണ്ട് സോണും കൂടെ, അതായത് രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, ആ രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനും ഇതേ സെയിം ഫിഗറിൽ വരച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നുന്നത്. ബട്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫസ്റ്റ് വൺ ഈസ് സോയിൽ സോൺ, സോയിൽ വാട്ടർ സോൺ. അതിൻ്റെ ഇടയിൽ ഇത്രയും ഭാഗം കാപ്പിലറി ഫ്രിഞ്ച്, ഇത്രയും ഭാഗം സാച്ചുറേറ്റഡ് സോൺ, മുകളിലൊരു സോയിൽ സോണും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ രണ്ട് സോണാണ്. അതിൽ ഈ വാട്ടർ ടേബിളിൻ്റെ മുകളിലുള്ള ഇത്രയും ഭാഗം അൺസാച്ചുറേറ്റഡ് സോണും ഇത് സാച്ചുറേറ്റഡ് സോണുമാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ പറഞ്ഞത്? അൺസാച്ചുറേറ്റഡ് സോണിൽ ഇവിടെയുള്ള പാർട്ടിക്കിൾ സ്പേസിൽ എന്തൊക്കെ ഉണ്ടാവും? എയറും ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. Although a considerable amount of water can be present in the unsaturated zone, this water cannot be pumped by wells because capillary forces hold it too tightly.
കുറച്ച് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് കുറച്ച് ശതമാനം വെള്ളം ഈ പറയുന്ന അൺസാച്ചുറേറ്റഡ് സോൺ, അതായത് നമ്മൾ ഈ പറയുന്ന ഇത്രയും ഭാഗം അൺസാച്ചുറേറ്റഡ് സോണിൽ വെള്ളമുണ്ട്, കുറച്ചെങ്കിലും വെള്ളമുണ്ട്. കാരണം ബോത്ത് വാട്ടർ ആൻഡ് എയർ എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. പക്ഷേ വെള്ളം ഉണ്ടെങ്കിൽ പോലും അതിനെ നമുക്ക് മുകളിലേക്ക് പമ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വെൽസിലേക്ക് അല്ലെങ്കിൽ വെല്ലിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് കാരണം അവിടെയുള്ള കാപ്പിലറി ഫോഴ്സാണ്. ആ കാപ്പിലറി ഫോഴ്സ് അതിനെ വല്ലാതെ ടൈറ്റാക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് വാട്ടറിന് മുകളിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റാത്തത്. Whereas, so in contrast to the unsaturated zone, the voids in the saturated zone are completely filled with water. അറിയാലോ, സാച്ചുറേറ്റഡ് സോണിൻ്റെ കേസിൽ അവിടെയുള്ള വോയിഡ്സിലൊക്കെ കംപ്ലീറ്റ് വാട്ടർ ആയിരിക്കും. സോ ദ അപ്രോക്സിമേറ്റ് അപ്പർ സർഫസ് ഓഫ് സാച്ചുറേറ്റഡ് സോൺ ഇസ് റെഫേർഡ് ടു ആസ് ദി വാട്ടർ ടേബിൾ. ഏകദേശമുള്ളൊരു അപ്പർ സർഫസ്, അതായത് ഈ പറയുന്ന സാച്ചുറേറ്റഡ് സോണിൻ്റെ ഏകദേശം ഒരു അപ്പർ സർഫസിനെയാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇങ്ങനെയാണ് വാട്ടർ ടേബിൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് വാട്ടർ ടേബിൾ. ഈ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഒരു എൻഡ് പോയിന്റ്, ഈ സാച്ചുറേറ്റഡ് സോണിൻ്റെ അപ്രോക്സിമേറ്റ് എൻഡ് പോയിന്റിനെയാണ് നമ്മൾ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ടർ ഇൻ ദ സാച്ചുറേറ്റഡ് സോൺ ബിലോ ദ വാട്ടർ ടേബിൾ ഇസ് റെഫേർഡ് ടു ആസ് ഗ്രൗണ്ട് വാട്ടർ. നമ്മൾ ഈ വാട്ടർ ടേബിളിന് താഴെ ഈ സാച്ചുറേറ്റഡ് സോണിലുള്ള വാട്ടറിനെ വാട്ടർ ടേബിൾ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ബിലോ ദ വാട്ടർ ടേബിൾ ദ വാട്ടർ പ്രഷർ ഇസ് ഹൈ ഇനഫ് ടു അലോ വാട്ടർ ടു എൻറ്റർ എ വെൽ ആസ് ദ വാട്ടർ ലെവൽ ഇൻ ദ well is lowered by pumping, thus permitting groundwater to be withdrawn for use. സോ ഇവിടുത്തെ കേസിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാട്ടർ പ്രഷർ വളരെ കൂടുതലായിരിക്കും. ഹൈ ഇനഫ് ടു അലോ വാട്ടർ ടു എൻറ്റർ എ വെൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വാട്ടർ ലെവൽ, ആ വാട്ടർ ലെവല്, വെല്ലിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് പമ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ താഴ്ന്നു പോവും. അങ്ങനെ വെല്ലിലെ വാട്ടർ ലെവൽ ഇങ്ങനെ താഴ്ന്ന് പോകുന്ന ആ സമയത്ത് നമുക്ക് ഗ്രേറ്റർ പ്രഷറിൽ അപ്പുറത്തുള്ള ഈ വെല്ല് കുഴിച്ചിട്ടുള്ള അപ്പുറത്തുള്ള ഗ്രൗണ്ട് വാട്ടറിനെ നമുക്ക് വേഗം വലിച്ചെടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? വാട്ടർ ലെവല് വെല്ലിൽ കുറയുന്നത് കൊണ്ട്. പമ്പ് ചെയ്തിട്ട് സാധാ നമ്മളിപ്പം വെല്ല് കുഴിക്കുകയാണ്, അതായത് ഈ സാച്ചുറേറ്റഡ് സോണിലേക്ക് ഒരു വെല്ല് കുഴിക്കുകയാണെങ്കിൽ ആ കുഴിക്കുന്നിടത്തൊരു പമ്പ് വെച്ചാൽ എന്താ സംഭവിക്കുക? ഈ പമ്പിങ് ആക്ഷൻ കൊണ്ട് വെല്ലിലെ വാട്ടർ ലെവൽ താഴും. ഇങ്ങനെ താഴുന്നത് കൊണ്ട് അതേസമയം തന്നെ ഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ വലിച്ച് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ആൻഡ് ബിറ്റ്വീൻ ദ unsaturated and the water table is a transition zone, the capillary fringe. In this zone, the voids are saturated or almost saturated with water that is held in place by capillary forces. So, ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ ഈ അൺസാച്ചുറേറ്റഡ് സോണിൻ്റെയും സാച്ചുറേറ്റഡ് സോണിൻ്റെയും വാട്ടർ ടേബിളിൻ്റെയും ഇടയിലായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ഭാഗം ദാറ്റ് ഈസ് കോൾഡ് ദി കാപ്പിലറി ഫ്രിഞ്ച്. അതൊരു ചെറിയ ട്രാൻസിഷനാണ്, അതായത് സാച്ചുറേറ്റഡിൽ നിന്ന് അൺസാച്ചുറേറ്റഡിലേക്ക് പോകുന്നതിനിടയിലുള്ള ഒരു പാർട്ടാണ് ഈ പറയുന്ന ട്രാൻസിഷൻ സോൺ. അതിനെ നമ്മൾ കാപ്പിലറി ഫ്രിഞ്ച് എന്ന് വിളിക്കും. സോ ഇൻ ദിസ് സോൺ ദ വോയിഡ്സ് ആർ സാച്ചുറേറ്റഡ് ഓർ ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ. ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കില്ല, ചിലപ്പം കുറച്ച് ഭാഗമായിരിക്കും സാച്ചുറേറ്റഡ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ 3 സോൺ ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സോയിൽ വാട്ടർ സോൺ, അല്ലെങ്കിൽ വഡോ സോൺ, ഇൻ്റർമീഡിയറ്റ് സോൺ ഓർ കാപ്പിലറി ഫ്രിഞ്ച്, ഗ്രൗണ്ട് വാട്ടർ ഓർ സാച്ചുറേറ്റഡ് സോൺ. എന്നിട്ട് അതിൻ്റെ മൂന്നിനെയും കുറിച്ചൊരു ചെറിയ എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. വഡോ സോണിനെയും കാപ്പിലറി ഫ്രിഞ്ചിനെയും നമ്മൾ സോൺ ഓഫ് എയറേഷൻ എന്ന് വിളിക്കും. അതിൻ്റെ പോർ സ്പേസിൽ എയർ ആയിരിക്കും, പക്ഷേ മഴക്കാലത്ത് വെള്ളമായിരിക്കും. ഇനി സോൺ ഓഫ് എയറേഷന് താഴെയുള്ള ഭാഗമാണ് സോൺ ഓഫ് സാച്ചുറേഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ സോൺ. ഇവിടെ വാട്ടർ എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആയിട്ടും ഈ പറയുന്ന പോർസിനകത്ത് ഉണ്ടാവും. സോ ഈ വാട്ടർ ടേബിൾ എന്ന് പറയുന്ന ലൈനാണ് സോൺ ഓഫ് എയറേഷനെയും സോൺ ഓഫ് സാച്ചുറേഷനെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതേ ഫിഗറിൽ തന്നെ നമ്മൾ വേറെ ഒരു സോൺ ക്ലാസിഫിക്കേഷനും കൂടെ കൊടുക്കുന്നുണ്ട്. എന്താണത്? സാച്ചുറേറ്റഡ് സോണും അൺസാച്ചുറേറ്റഡ് സോണും.
സാച്ചുറേറ്റഡ് സോൺ ഈ ക്ലാസിഫിക്കേഷനിലും സാച്ചുറേറ്റഡ് സോൺ തന്നെയായിരുന്നു. പക്ഷെ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്ന സോണ് ഇല്ല. ആ അൺസാച്ചുറേറ്റഡ് സോൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തമ്മിൽ കൂടിയതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന മുകളിലത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞ സോയിൽ വാട്ടർ സോണും ഇൻ്റർമീഡിയറ്റ് സോണും കൂടെ ചേർന്നതാണ്. നിങ്ങളിത് സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്തിന്, ഗ്രൗണ്ട് വാട്ടർ സോൺ. അതിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലാണ് സാച്ചുറേറ്റഡ് സോണായിട്ടും അൺസാച്ചുറേറ്റഡ് സോണായിട്ടും പറയുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണ്? അൺസാച്ചുറേറ്റഡ് സോണിൽ ഗ്രെയിൻസിലൊക്കെ ബോത്ത് എയർ ആൻഡ് വാട്ടർ ഉണ്ടാവും. അവിടെ വാട്ടർ കുറച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വാട്ടറിനെ പമ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ചുണ്ട്, പക്ഷെ നമുക്ക് അവിടെ നിന്ന് പമ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല, കാരണം അവിടുത്തെ കാപ്പിലറി ഫോഴ്സ് കാരണം. ഇനി അൺസാച്ചുറേറ്റഡ് സോണിൻ്റെ കേസിൽ അവിടുത്തെ വോയിഡ്സിൽ കംപ്ലീറ്റ് വാട്ടർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്പർ സർഫസിൽ അതിൻ്റെ ഏറ്റവും ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് അപ്പർ സർഫസിലാണ് വാട്ടർ ടേബിൾ ഉണ്ടാവുക. ഇനി ഈ പറയുന്ന വാട്ടർ ടേബിളിൻ്റെയും ആൻഡ് ദെൻ ഈ സാച്ചുറേറ്റഡ് സോണിലുള്ള വാട്ടർ ടേബിളിൻ്റെ താഴെയുള്ള സാച്ചുറേറ്റഡ് സോണിലുള്ള വെള്ളത്തിനെ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് വിളിക്കും. ഇവിടെ ഒരു വെല്ല് കുഴിക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടർ നല്ല പ്രഷറിൽ എടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെല്ലിൽ പമ്പ് ചെയ്യുന്ന സമയത്ത് വെല്ലിലത്തെ വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ നിൽക്കും. അപ്പം ആ ഒരു സമയത്ത് ഹൈ പ്രഷറിൽ നമുക്ക് ഗ്രൗണ്ട് വാട്ടറിനെ വിഡ്രോ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ടു ബി സ്റ്റഡീഡ് ഈസ് ബിറ്റ്വീൻ ദ അൺസാച്ചുറേറ്റഡ് സോൺ, അതായത് അൺസാച്ചുറേറ്റഡ് സോണിൻ്റെയും വാട്ടർ ടേബിളിൻ്റെയും ഇടയിലായിട്ട് ട്രാൻസിഷൻ സോൺ ഉണ്ട്. ബിറ്റ്വീൻ ദി അൺസാച്ചുറേറ്റഡ് സോണിൻ്റെയും വാട്ടർ ടേബിളിൻ്റെയും ഇടയിലായിട്ടെന്ന് പറയാം. അതല്ലേ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്ന അൺസാച്ചുറേറ്റഡിൻ്റെയും വാട്ടർ ടേബിളിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് എന്താ കാണാൻ പറ്റുക? വി ക്യാൻ സീ എ കാപ്പിലറി ഫ്രിഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സോൺ ബിറ്റ്വീൻ ദ അൺസാച്ചുറേറ്റഡ് സോൺ. വാട്ടർ ടേബിളിൻ്റെയും അൺസാച്ചുറേറ്റഡ് അല്ല സാച്ചുറേറ്റഡ് കേട്ടോ, ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ബിറ്റ്വീൻ ദി ഇവിടെയുള്ള പോയിന്റിൽ ബിറ്റ്വീൻ ദി അൺസാച്ചുറേറ്റഡ് അല്ല, അത് സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേറ്റഡിൻ്റെയും അൺസാച്ചുറേറ്റഡിൻ്റെയും സോണിൻ്റെ ഇടയിൽ നമുക്കൊരു എന്ത് കാണാൻ പറ്റും? വി ക്യാൻ സീ എ ട്രാൻസിഷൻ സോൺ. ഇനി ഇതിനകത്ത് ഫിഗറിൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. സോയിൽ സോൺ ഉണ്ട്, അല്ലെങ്കിൽ സോയിൽ വാട്ടർ സോൺ, വാട്ടർ ടേബിൾ ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാപ്പിലറി ഫ്രിഞ്ച് എന്ന് പറയുന്നതുണ്ട്, അല്ലെങ്കിൽ ആ മുകളിലുള്ള ഭാഗത്തിന് നമുക്ക് വഡോ സോൺ എന്നും കൂടെ പറയാം കേട്ടോ. താഴെയുള്ള ഭാഗത്തിന് സാച്ചുറേറ്റഡ് സോൺ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ സോൺ എന്ന് കൂടെ പറയാം. ഗ്രൗണ്ട് വാട്ടർ. ഈ വേറെ മറ്റേ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് സോണ്, മറ്റേ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് സോൺ ഇവിടെ ഉണ്ട്, അൺസാച്ചുറേറ്റഡ് സോൺ ഇവിടെ ഉണ്ട്, സാച്ചുറേറ്റഡ് സോൺ ഇവിടെ ഉണ്ട്. ഒന്നും കൂടെ പറയാം, രണ്ട് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഇത് സോയിൽ വാട്ടർ സോൺ, രണ്ടാമത്തെ ഇത് കാപ്പിലറി ഫ്രിഞ്ച്, മൂന്നാമത്തത് സാച്ചുറേറ്റഡ് സോൺ. സെയിം തന്നെ ഗ്രൗണ്ട് വാട്ടറിന് വേറെയും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് അൺസാച്ചുറേറ്റഡ് സോൺ, രണ്ട് സാച്ചുറേറ്റഡ് സോൺ. മനസ്സിലായല്ലോ? ഇനി ഈ ഫിഗറിൽ നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റും, ഈ ലാൻഡ് സർഫസിൻ്റെ മുകളിൽ കുറേ മരങ്ങൾ കാണാം. സോ മരങ്ങൾ എന്ത് ചെയ്യുന്നു? മരങ്ങളിൽ നിന്നും വാട്ടർ ഇവോപ്പറേഷനും ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ്സ് ഉണ്ട്. ഇവോപ്പറേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ട്രാൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലീവ്സിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുക. സോ ട്രാൻസ്പിറേഷൻ വഴി മരത്തിൽ നിന്ന് ചെടികളിൽ നിന്നൊക്കെ വെള്ളം പോവും. അതേപോലെ തന്നെ വേറെ എങ്ങനെയൊക്കെയാണ് വെള്ളം പോകുന്നത്? മുകളിലേക്ക് ഇങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് സോയിൽ നിന്നും പോവും. ഇനി തിരിച്ചെങ്ങനെയാണ് മഴ താഴേക്ക് വരുന്നത്? പ്രസിപ്പിറ്റേഷൻ വഴി. വെള്ളം താഴേക്ക് വരുന്നത് പ്രസിപ്പിറ്റേഷൻ വഴി. പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ മഴയൊക്കെ അതിൽ പെടും. സോ പ്രസിപ്പിറ്റേഷൻ വഴി വെള്ളം താഴേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു സൈക്കിൾ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത വെള്ളം താഴെ വാട്ടർ ടേബിളിലേക്ക് റീചാർജസ് ടു വാട്ടർ ടേബിളിലേക്ക് ഇങ്ങനെ റീചാർജ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. So this is all about the different zones of groundwater table. Hope it is clear for you. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഗൂഗിൾ ക്ലാസ് റൂമിൽ. ഓക്കെ, സോ താങ്ക് യു.